ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു റെയിൻബോ ചെയ്തെടുക്കാം. നമ്മളിവിടെ 6 കളേഴ്സിലാണ് റെയിൻബോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളേഴ്സിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്, നമ്മൾ റെയിൻബോ ചെയ്യാനായിട്ട് ഇവിടെ 1 2 3 4 5 6 6 കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ലാവൻഡർ, വയലറ്റ് കളറ്, അതുപോലെ ബ്ലൂ, ഗ്രീൻ, യെല്ലോ, പിന്നെ ഓറഞ്ച്, പിന്നെ റെഡ്. ഇത്രയും കളേഴ്സാണ് നമ്മൾ റെയിൻബോ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് പോർപ്ലോയുടെ ബേബി സോഫ്റ്റ് കോട്ടൺ യാണാണ്. അതുപോലെ 2.5 mm ഹുക്ക് സെറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഷെയ്ഡ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്, ലാവൻഡർ കളറ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഹുക്ക് ഇൻസൈഡ് ഒരു റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്ലിപ്പ് നോട്ട് ചെയ്യാം. ഈ ഒരു സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 12 ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. 1 2 3 4 5 6 7 8 9 10 11 12. ഞാനിവിടെ 12 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി ഇങ്ങനെ പിടിച്ചിട്ട് ഫസ്റ്റ് ചെയ്ത് ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. അപ്പം നമുക്ക് ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനെ ഈ ഒരു ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഈ ഒരു റൗണ്ട് സർക്കിൾ ജോയിൻ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്യാം. ഇനി നമ്മൾ അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒന്നിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനെ എല്ലാ ചെയിനിലും 2 എണ്ണം വീതം ചെയ്യണം. നമ്മൾ 12 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 12 ചെയിനിനെ നമ്മൾ 22 ചെയിൻ സ്റ്റിച്ച് ആക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 2 എണ്ണത്തിൽ നമ്മളിപ്പോൾ 2 എണ്ണം 4 എണ്ണം ചെയ്തു. മൂന്നാമത്തെ സ്റ്റിച്ചിലും അതുപോലെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. നാലാമത്തെ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. നമ്മൾ ഇൻക്രീസിങ് സ്റ്റിച്ചാണ് ഈ ഒരു റൗണ്ടിൽ ചെയ്യുന്നത്. എല്ലാ സ്റ്റിച്ചിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എഴുതി വെക്കുക, ബിഗിനേഴ്സ് ആണെങ്കിൽ എഴുതി വെക്കാം. ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ചെയ്യുക, എന്നിട്ട് 12 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഫസ്റ്റ് ചെയ്ത ചെയിൻ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എല്ലാ ചെയിനിലും 2 എണ്ണം അങ്ങനെ നമ്മൾ 12 ചെയിനിലും 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തിട്ട് നമ്മൾ ആ 12 സ്റ്റിച്ചിനെ 22 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റിലും ചെയ്യുക. അപ്പോൾ നിങ്ങളിങ്ങനെ എഴുതി വെച്ചിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് സ്റ്റിച്ചസ് മനസ്സിലാവും. പിന്നെ ഓരോ റൗണ്ടിലും എത്ര സ്റ്റിച്ച് വേണമെന്ന് പറയുമ്പോൾ അത്രയും സ്റ്റിച്ചിനെ നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക. കൗണ്ട് ചെയ്യാൻ ചിലപ്പോൾ മടിയൊക്കെ തോന്നും. അപ്പോൾ മടിയൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ക്രോഷയിൽ മടിയൊന്നും പാടില്ല. അപ്പോൾ നമുക്ക് 12 സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ആ 12 സ്റ്റിച്ചിനെ 24 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന ആ സ്റ്റിച്ചിൽ 24 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് കൗണ്ട് ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ 24 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഫസ്റ്റ് ചെയ്ത ഈ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന ആ ഒരു ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക. നമുക്ക് യാണ് കട്ട് ചെയ്യുക. നമുക്ക് ഇങ്ങനെയുള്ള ഒരു പർപ്പിളിൻ്റെ ഇങ്ങനെയുള്ള ഒരു റൗണ്ട് ഷേപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് യാണ് കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ യാണിനെ ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് മുകളിലേക്കും താഴത്തേക്കും ആക്കിയിട്ട് ഇങ്ങനെ ഹൈഡാക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ ബാക്ക് സൈഡ്. നമുക്ക് അടുത്ത യാണ് ആഡ് ചെയ്യാം.
അപ്പോൾ അടുത്തയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഈ ഒരു ബ്ലൂ കളർ യാണാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് യാണ് അധികം എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഫിംഗറിനോട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ചെയിൻ 1 ചെയ്യാം. സെയിം സ്പേസിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് 1 2 എന്നുള്ള. അപ്പോൾ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഇനി അടുത്ത തേർഡ് സ്റ്റിച്ചിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് 1 2 എന്നുള്ള പാറ്റേൺ ആണ്. ഫസ്റ്റിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ, സെക്കൻഡ് വണ്ണിൽ ഒന്ന് തന്നെ 2 എണ്ണം ചെയ്തു. ഇനി അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷേ, ഇനി സെക്കൻഡ് വണ്ണിൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ. 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ 2 ചെയ്തു. നെക്സ്റ്റിൽ നമ്മൾ 1 ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. നെക്സ്റ്റ് വണ്ണിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. നെക്സ്റ്റ് വണ്ണിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. നെക്സ്റ്റ് വണ്ണിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷേ. അപ്പോൾ 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ഈ റൗണ്ട് മുഴുവനും ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ മുഴുവനും ചെയ്തിട്ട് തിരിച്ചു വരാം. 1 ചെയ്യുക, 2 ചെയ്യുക, 1 സിംഗിൾ ക്രോഷേ, 2 സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ നമുക്ക് ഇങ്ങനെ റൗണ്ട് ഇതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളിങ്ങനെ ഈ ചുറ്റിലും 1 2 1 2 എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് ഇവിടെ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 36 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുക 36 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോയെന്ന്. എനിക്കിവിടെ 36 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന ആ ഒരു ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്യുക. അതിന് ശേഷം നമുക്ക് യാണ് ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. നമുക്ക് ഈ ഒരു യാണ് ആദ്യം ഫ്രണ്ടിലേക്ക് എടുക്കാം, പിന്നെ നമുക്കിത് അടിഭാഗത്തേക്ക് ആക്കി കൊടുക്കാം. അങ്ങനെ ആക്കി കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രീൻ കളർ യാണാണ്. അപ്പോൾ നമുക്ക് ഗ്രീൻ കളർ യാണ് കുറച്ച് ടൈലൻ്റ് അധികം എടുത്തിട്ട് ഈ ഒരു ഫിംഗർ കൊണ്ട് ടൈറ്റാക്കി പിടിച്ചതിന് ശേഷം ചെയിൻ 1 ചെയ്യുക. സെയിം ഇതിലൊരു നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഈ റൗണ്ടിൽ നമ്മൾ 1 1 2 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഒരു ചെയിനിൽ ഫസ്റ്റ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ, സെക്കൻഡ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ, തേർഡ് ചെയിനിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, സെക്കൻഡ് ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, തേർഡ് ചെയിനിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു പാറ്റേൺ ആണ് ഈ റൗണ്ട് മുഴുവനും നമ്മൾ ചെയ്യുന്നത്, 1 1 2 എന്നുള്ള പാറ്റേൺ. അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് 48 സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ഓരോ റൗണ്ടിലും കൗണ്ട് ചെയ്തിട്ട് അടുത്ത റൗണ്ടിലേക്ക് ഇങ്ങനെ പോവുക. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ ഇവിടെ ചുറ്റിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് 48 സ്റ്റിച്ച് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ഓരോ സ്റ്റിച്ചും കൗണ്ട് ചെയ്തിട്ട് ചെയ്യാം. ഒരു ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തേർഡ് റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 48 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്യുക, യാണ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഇത് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഇതാണ് കിട്ടുക. ഇങ്ങനെ വളഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിങ്ങനെ റെയിൻബോ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിന് ശേഷം ഇത് നമ്മൾ ആഡ് ചെയ്യുന്നത് യെല്ലോ കളറ് യാണാണ്. കുറച്ച് ടൈലൻ്റ് ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം നമുക്ക് ചെയിൻ 1 ചെയ്യാം. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ഈ റൗണ്ട് മുഴുവനും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 48 സ്റ്റിച്ച് കിട്ടണം. അപ്പോൾ ഫസ്റ്റ് 1 2 3 എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5
6 7 8 9 10 11 12 അങ്ങനെ നമ്മൾ ചുറ്റിലും ചെയ്തിട്ട് തിരിച്ചു വരാം. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 48 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടണം. അപ്പോൾ 48 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് ഒന്ന് നിങ്ങൾ കൗണ്ട് ചെയ്യണേ. 47 48. അപ്പോൾ എനിക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 48 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് ചെയ്ത ചെയിൻ സ്റ്റിച്ചിൻ്റെ ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്യുക, നമ്മൾ യാൺ കട്ട് ചെയ്യുക, യാൺ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു ഓറഞ്ച് ഷെയ്ഡിലുള്ള യാണാണ് ഞാൻ ഹുക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ചെയിൻ 1 ചെയ്യുക. ഈ റൗണ്ടിലും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ തന്നെയാണ് ചെയ്യുന്നത്. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോഴും നമുക്ക് 48 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് തന്നെ കിട്ടണം. അപ്പോൾ ഈ റൗണ്ടിലും നമ്മൾ 1 2 3 എന്ന് പറഞ്ഞിട്ട് കൗണ്ട് ചെയ്യുക. അങ്ങനെ ലാസ്റ്റ് 48 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ നോക്കാം. 48 സ്റ്റിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എവിടെയോ മിസ്സായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഓരോ റൗണ്ടിലും സ്റ്റിച്ചസ് കൗണ്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് എല്ലാ റൗണ്ടിലും കറക്റ്റ് സ്റ്റിച്ചസ് കിട്ടും. അപ്പോൾ ഏതെങ്കിലും ഒരു റൗണ്ടിൽ കറക്റ്റ് സ്റ്റിച്ച് അല്ലെങ്കിൽ അപ്പോൾ ആ റൗണ്ടിൽ എന്തെങ്കിലും പ്രോബ്ലം പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഭാഗം നമ്മളൊന്ന് റിമൂവ് ചെയ്തിട്ട് രണ്ടാമതും ചെയ്ത് നോക്കുക. അപ്പോഴേ നമുക്ക് കറക്റ്റിൽ കിട്ടുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കാതെ ചെയ്തു പോയാൽ നമുക്ക് പാറ്റേൺ ആകെ മാറും, ആ നീറ്റൊക്കെ കുറഞ്ഞു പോവും. അപ്പോൾ ഈ ഒരു എമിഗ്രൂമി ഇങ്ങനത്തെ സ്റ്റിച്ചസ് ഒക്കെ ചെയ്യുമ്പോൾ പാറ്റേൺസ് ഒക്കെ ചെയ്യുമ്പോൾ സ്റ്റിച്ചസ് കൗണ്ട് ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ കൗണ്ട് ചെയ്ത് വേണം നമ്മൾ ഓരോ റൗണ്ടിലും അത് ഓക്കെ ആണെന്ന് ആക്കിയതിന് ശേഷം മാത്രം നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവില്ല, ഫുൾ റൗണ്ട് കഴിഞ്ഞാലാവും അതിൻ്റെ മിസ്റ്റേക്ക് മനസ്സിലാവുക. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഫസ്റ്റ് തൊട്ടിട്ട് റിമൂവ് ചെയ്യേണ്ടി വരും, ലാസ്റ്റ് വരെ റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ സങ്കടമാവും. നമ്മൾ അത്രയും മെനക്കെട്ടിട്ട് 1-2 മണിക്കൂറൊക്കെ ഇരുന്നിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ട് പിന്നെ അത് ഫിനിഷിങ്ങിൻ്റെ അവിടെ എത്തുമ്പോൾ ഫിനിഷ് ആയിട്ടില്ലെങ്കിലൊക്കെ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സാധാ ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് അളവ് കൂട്ടിയിട്ടും സ്റ്റിച്ച് ചെയ്തിട്ടും ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ക്രോഷേ ആയതുകൊണ്ട് നമ്മൾ ഓരോ റൗണ്ടും സ്റ്റിച്ച് ചെയ്ത് വരുന്നതുകൊണ്ട് നമ്മൾ അത് കൗണ്ട് ചെയ്തിട്ട് കറക്റ്റ് തന്നെ ആയിട്ട് ആ റൗണ്ട് കറക്റ്റ് ആയതിന് ശേഷം മാത്രം അടുത്ത റൗണ്ടിലേക്ക് പോയാൽ മതി. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെയാണിതും. പിന്നെ നമുക്കത് ആ ഒരു റൗണ്ടിൽ സ്റ്റിച്ചസൊക്കെ കുറവുണ്ടെങ്കിൽ സാരമില്ല വെച്ച് നമ്മൾ വിടുമ്പോൾ നമുക്ക് പിന്നെ അടുത്ത റൗണ്ടിലേക്ക് അത് വരുമ്പോൾ ആ ഒരു ഭാഗം നീറ്റില്ലാതെ വരും. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ റൗണ്ടിലും നമുക്ക് 48 സ്റ്റിച്ച് തന്നെ കിട്ടണം. ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് റൗണ്ട് ചെയ്യുമ്പോൾ തന്നെ കൗണ്ട് ചെയ്താലും കുഴപ്പമില്ല. ഇനി അഥവാ തെറ്റിപ്പോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന ഈ ഒരു ഭാഗം പിടിച്ചിട്ട് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് കൗണ്ട് ചെയ്യാൻ കുറച്ച് സമയം പിടിക്കുകയുള്ളൂ. അത് മടി വിചാരിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ട് നമ്മളിങ്ങനെ വെറുതെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ പിന്നെ നമുക്ക് ഫസ്റ്റ് തൊട്ട് അത് റിമൂവ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ബിഗിനേഴ്സിന് എപ്പോഴും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ അത് ശ്രദ്ധിക്കാതെ വിട്ടു പോകുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഈ ഒരു ക്രോഷേ വൃത്തിയാവാതെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ളത് ഇങ്ങനെ ചെയ്ത് എനിക്കിവിടെ 48 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്ത ഈ ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക, യാൺ കട്ട് ചെയ്യുക, യാൺ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഉണ്ടോ ഫോൾഡ് ചെയ്ത് ഇങ്ങനെയുള്ള കിട്ടുക. അങ്ങനെ ഒന്ന് മടക്കുമ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ റെയിൻബോ ഇനി ഒരു കളറും കൂടി ആഡ് ചെയ്യാനുള്ളൂ. അപ്പോൾ റെയിൻബോ സെറ്റായി വരുന്നുണ്ട്.
നമ്മൾ എവിടെ ആണെങ്കിലും ഏത് ഭാഗമാണെങ്കിലും നമുക്കൊരു കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ഭാഗത്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് റെഡ് കളർ യാണാണ്. ഈ റൗണ്ടിലും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്തത്. ഇനി ലാസ്റ്റ് റൗണ്ടാണ്. ലാസ്റ്റ് റൗണ്ടിൽ ഞാൻ 1 1 1 3 സ്ഥലത്തും 1 1 1 ആണ് ചെയ്യുന്നത്. അപ്പോൾ ചെയിൻ 1 ചെയ്യാം, നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക 1, അടുത്ത ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക 2, അടുത്ത ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക 3. അപ്പോൾ ഇവിടുന്ന് നമ്മൾ 1 2 3 3 ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. അടുത്തതിൽ നാലാമത്തതിൽ നമ്മൾ ഒന്ന് തന്നെ 2 ചെയ്ത് കൊടുക്കുക, 2 സിംഗിൾ ക്രോഷേ, ഒരു ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും 1 2 3 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. നാലാമത്തെ സ്റ്റിച്ചിൽ നമുക്ക് ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കുക, ഒരു ചെയിനിൽ തന്നെ 2 ചെയ്യുക. വീണ്ടും 1 2 3 ചെയ്യുക, 1 സിംഗിൾ ക്രോഷേ ചെയ്യുക. സെക്കൻഡ് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഫോർത്ത് വണ്ണിൽ ഒരു ചെയിനിൽ തന്നെ നമുക്ക് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ 3 1 1 1, ഫോർത്ത് വണ്ണിൽ 2. അതാണ് നമ്മൾ ഈ റൗണ്ടിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഫസ്റ്റ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷേ, സെക്കൻഡ് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷേ, തേർഡ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഫോർത്ത് വണ്ണിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് മുഴുവനും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 60 സ്റ്റിച്ചസ് ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് മുഴുവനും ഇങ്ങനെ 1 1 1 3 സ്ഥലത്തും ഫോർത്ത് വണ്ണിൽ ഒരു ഇൻക്രീസിങ് സ്റ്റിച്ച് ഒന്ന് തന്നെ 2 ചെയ്യുക. അങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ചുറ്റിലും 3 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് നമ്മളിവിടെ ഫസ്റ്റ് ചെയ്ത ആ ഒരു സിംഗിൾ ക്രോഷേൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്യുക, അതിനുശേഷം യാണ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഇത് നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിലേക്കും അവിടെ തന്നെ താഴത്തേക്ക് കൊടുത്തു കൊടുക്കാം. അപ്പോൾ നമ്മളെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക, കറക്റ്റ് റൗണ്ട് കിട്ടൂല. ഈ റൗണ്ട് ഇങ്ങനെ കുറച്ചങ്ങനെ ലെയറായി നിൽക്കുന്നത് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ബാക്ക് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്നിങ്ങനെ കറക്റ്റ് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു സർക്കിൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ആണ് ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു സ്റ്റിച്ചിൽ നിന്ന് അതിലേക്ക് അടുത്ത സ്റ്റിച്ചിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ഈ ഒരു ഹോള് റിമൂവ് ആയി കിട്ടും. ഈ ഒരു ഭാഗം റിമൂവ് ആയി കിട്ടും. ഈ ഒരു ഭാഗം ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഈ 2 യാണും തമ്മിൽ നമ്മൾ ടൈലൻ്റ് എടുത്തിട്ടുള്ള ഒരു യാണും ഈ ഒരു യാണും തമ്മിൽ നമുക്കൊന്ന് കൂട്ടി കെട്ടിയിട്ട് ഹോളൊന്ന് റിമൂവ് ആയാൽ മതി. ആ ഒരു താഴെ ഭാഗത്ത് കാണുന്ന നമ്മൾ 12 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം ആണ് നമ്മളിപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുള്ളത്. ആണ് ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ റെഡ് കളർ യാണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ബാക്ക് ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ഈ 2 ചെയിൻ സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പ് നോക്കുക.
എന്നിട്ട് അതെടുക്കുക, അടുത്ത ചെയിൻ സ്റ്റിച്ച് എടുക്കുക, അതുപോലെ ബാക്ക് ലൂപ്പ് എടുത്തിട്ട് നമുക്കിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക, ചുറ്റിലും തുന്നി കൊടുക്കുക. ബാക്ക് ലൂപ്പ്, ഇതിൻ്റെ ബാക്ക് ലൂപ്പും ഈ ഒരു ചെയിനിൻ്റെ ബാക്ക് ലൂപ്പും, ആ 2 ബാക്ക് ലൂപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ചുറ്റിലും തുന്നി കൊടുത്താൽ മതി. ഈ ഒരു യാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ബാക്ക് ലൂപ്പും ഇതിൻ്റെ ബാക്ക് ലൂപ്പും യൂസ് ചെയ്യുക. നമുക്ക് ചുറ്റിലും തുന്നി കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഫൈബർ ഫിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഫ്ലഫായി നിൽക്കും. നിൽക്കണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ക്ലിപ്പിലൊക്കെ അറ്റാച്ച് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ മതി. അപ്പോൾ നമ്മൾ കീ ചെയിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഫൈബർ ഫില്ലും കൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫൈബർ ഫില്ല് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി തുന്നി കഴിഞ്ഞിട്ട് ആഡ് ചെയ്താലും മതി. അപ്പോൾ നമ്മൾ ക്യൂട്ടായിട്ടുള്ള റെയിൻബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.